CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷപ്പിറവി, വലിയ ആരവങ്ങളോടെ 2025-നെ ലോകം വരവേറ്റു. ആശംസകൾ നേർന്ന് പ്രമുഖ നേതാക്കൾ. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14-കാരൻ കസ്റ്റഡിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16-കാരനെയും പോലീസ് പിടികൂടി. തൃശൂർ പാലിയം റോഡ് സ്വദേശി 30 വയസ്സുള്ള ലിവിൻ ആണ് പുതുവർഷ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആനക്കല്ല് സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ 40 വയസ്സുള്ള രതീഷിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ സുഹൃത്ത് ബാലകൃഷ്ണനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായുള്ള പിള്ളേരു താലപ്പൊലി ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് താലപ്പൊലി സംഘം ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം ആർത്താറ്റ് മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി അടുപ്പുട്ടി സ്വദേശി പിടിയിൽ. സീനിയർ ഗ്രൗണ്ടിന് സമീപം ചൂടാലി വീട്ടിൽ അനിലനെയാണ് 2.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദ്രവ്യസമർപ്പണം ഭക്തിനിർഭരമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കുണ്ടുകടവ് ഗുരുവായൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വെളിയങ്കോട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എരമംഗലത്ത് ശയന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 10 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 52 വയസ്സുകാരന് 130 വർഷം കഠിന തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനിയൂർ മുത്തമ്മാവ് മാങ്ങാടി വീട്ടിൽ കുഞ്ഞപ്പു മകൻ സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യൽ കുറ്റക്കാരനെന്നു കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. കേച്ചേരിയുടെ ജനകീയ ഡോക്ടർ MM ഹനീഫയുടെ നിര്യാണത്തിൽ കേച്ചേരി പൗരാവലി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഷൻ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് പൊന്നൂർകുളം സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് കാർഷിക സെമിനാർ നടത്തി. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക നേതാവ് AC ആനന്ദനെ അനുസ്മരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പുന്നയൂർ അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പെൻഷൻ വിതരണം നടന്നു. കടലേറ്റം പ്രതിരോധിക്കാൻ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കരിദിന മാർച്ച് നടത്തി. അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചിറളയം യൂണിറ്റ് സെക്രട്ടറി സിന്ധു മണികണ്ഠന്റെ വിയോഗത്തിൽ അനുശോചന യോഗം ചേർന്നു. പൊന്നൂർകുളം തൃപ്പറ്റ് മര്യാദമൂല ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം നടന്നു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം തല ഫണ്ട് ശേഖരണത്തിന് തുടക്കമായി. പുതുവർഷത്തോടനുബന്ധിച്ച് മിഖായൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹസമ്മാനം വിതരണം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.